നമുക്കൊരു അടിപൊളി വാഹനം പരിചയപ്പെടുത്താണ്ട് അതിനു മുമ്പ് നമുക്ക് വ്യക്തിനും കൂടി പരിചയപ്പെടുത്താണ്ട് ഈ മുതലിനെ നമ്മുടെ വീഡിയോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നൊരു മുതലാണ്. പക്ഷേ ഈ ഇടയായിട്ട് നമ്മൾ വീഡിയോയിൽ കാണാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതേപ്പോൾ നമ്മുടെ കൂടെയല്ല. പലരും കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരാണ്, സിസ്റ്ററാണോ, വൈഫാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും താങ്കൾ ആരാണ്? ഞാൻ ആയിഷ, ഞാനൊരു ട്രൂ ചോയ്സിൽ അക്കൗണ്ട്സ് കയറിയ സ്റ്റാഫാണ്. 6 മാസം മുമ്പാണ് ഇദ്ദേഹം നമ്മുടെ കൂടെ ട്രൂ ചോയ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈടായിട്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത കാരണമാണ് നമ്മൾ വീഡിയോയിലൊന്നും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തത്. കാര്യം എന്താ വെച്ചാൽ ഡിസംബർ 1 ഇദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തോട് അനുബന്ധിച്ചുള്ള കുറേ പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 6 മാസം നിങ്ങൾ ട്രൂ ചോയ്സിൽ കഴിഞ്ഞ ശേഷം എന്തായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ്? എന്ത് ലേണിംഗ് ആണ് ട്രൂ ചോയ്സിൽ നിന്ന് താങ്കൾ നേടിയിട്ടുള്ളത്? നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട്സ് പഠിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് കയറിയ ജോബാണ് അക്കൗണ്ട്സിലേക്ക് കയറിയതാണ് ട്രൂ ചോയ്സിലേക്ക്. അങ്ങനെ അവിടെ വന്നിട്ട് എൻ്റെ ഹോബീസും താല്പര്യങ്ങളെ കുറിച്ചൊക്കെ അനീസ്ക്ക് ചോദിച്ചറിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ വീഡിയോയിലേക്ക് വന്നത്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കുള്ള സ്കില്ലും അതായത് ഞാൻ എങ്ങനെയാണെന്നുള്ള കുറേ റിയലൈസേഷൻ വന്നത്. അനീസ്ഖാൻ്റെ കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ്. എന്തായാലും ട്രൂ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി പോലെയാണ്. അതായത് ഞാനിവിടെ ഒരു വർക്കിംഗ് സ്റ്റാഫായിട്ടല്ല, ഒരു ഹോംലി ഫീലാണ്. വർക്ക് ഉണ്ട് ഒരു സൈഡിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫാമിലിയാണ്. എന്താ പറയുക, കുറേ ഡെവലപ്പ് ആവാൻ സെൽഫ് ഡെവലപ്മെൻറ്റ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെയിൻ ആളാണ് അനീസ്ക. എല്ലാവരും സെൻഡ് ഓഫിൻ്റെ സമയത്ത് എല്ലാവരും പറയുന്ന ഒറ്റ വർത്തമാനമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഫ്രീഡാണെന്നുള്ളത്. നിൻ്റെ സെൻഡ് ഓഫിൻ്റെ അന്ന് നീ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഫ്രീഡാണെന്നുള്ളത്. ശരിക്കും എന്താണ് നിങ്ങൾ ഈ ഫ്രീഡം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അർത്ഥാക്കുന്നത്? നീ മാത്രമല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൻഡ് ഓഫിൻ്റെ അന്ന് പറയാറുണ്ട് ഞാൻ ഇവിടെ ഇത്രയും കാലം നിന്ന് എനിക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. ശരിക്കും എന്ത് ഫ്രീഡമാണ് താങ്കൾ എക്സ്പീരിയൻസ് ചെയ്തത്? ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു വർക്കിംഗ് സ്റ്റാഫ് എന്നുള്ള ഫീലല്ലേ ഞങ്ങൾക്ക് ട്രൂ ചോയ്സിലുള്ളത്. അതിപ്പോൾ അനീസ്ക്ക് ഞങ്ങളുടെ ബോസാണ്. ഞങ്ങൾക്കൊരു ബോസ് എന്നുള്ള ഫീലിന് അപ്പുറത്ത് തന്നെ ഞങ്ങൾ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എന്താ ഞങ്ങളൊരു ബ്രദറായിട്ടുള്ള അങ്ങനെ ഒരു ഫീലാണ്. ഇതിനാണ് ഞങ്ങൾ മെയിനായിട്ട് ഫ്രീഡം എന്ന് പറയുന്നത്. വർക്കിംഗ് ഞങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും മറ്റത്തെ സൈഡിൽ ഞങ്ങളെ എൻജോയ്മെൻറ്റും ഞങ്ങളെ എൻ്റർടൈനിങ്ങും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു എന്താ വർക്കിംഗ് കമ്പനി ആയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല ട്രൂ ചോയ്സ്. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒക്കെ വേക്കൻസി ഫില്ലാക്കാനുണ്ട്. അക്കൗണ്ട്സിലേക്ക് വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ ഡാറ്റ എൻട്രി എന്നുള്ള പോസ്റ്റിംഗ് വേക്കൻസി ഉണ്ട്, ടെലികോളർ വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത് ഈ മലപ്പുറം ഈ നമ്മുടെ ഈ പരിസരത്തിൽ 10 കിലോമീറ്റർ പരിസരത്തുള്ള ആളുകളാണ് നമ്മളത് കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈസി ആയിട്ട് പോയി വരാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ളവർ മാത്രം സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ദൂരമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ റെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത്തരക്കാർക്കും വരാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റേ നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബിസിനസ് ഐഡിയകൾ, അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് ഒരു 1 ഇയർ ഒരുപാട് ബിസിനസ് ഐഡിയകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? ഒരുപാട് ലേണിംഗ് നമുക്ക് നിങ്ങളൊരു ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ലേണിങ്സ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡോക്ടർ തോമസ് ജോർജ് കയ്യാണ്. കാരണം ഞാൻ ലേൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ഡോക്ടർ തോമസ് ജോർജ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള തൊമ്മൻ്റെ അടുത്ത് നിന്നാണ്. കാരണം ലീഡ് കോളേജിലെ ചെയർമാനായിട്ടുള്ള തൊമ്മൻ്റെ അടുത്താണ് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സ്റ്റാഫിനായിട്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ്സിനായിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് പുള്ളി എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ട് ഒരു വീട്ടിലെങ്ങനെ കഴിയുന്നത് ആ രീതിയിലാണ് ഞങ്ങളൊരു ഫാമിലി ഒരു ഫുൾ ഫ്രീഡം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവരും ഹാപ്പിയാണ്. ഒരിക്കലും ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യില്ല. പകരം അവർ വീട്ടിലെങ്ങനെ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫിലേക്ക് എങ്ങനെ കഴിയുന്നത് ആ രീതിയിൽ മാത്രമായിരിക്കും ഞങ്ങൾ പെരുമാറുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് നടക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താണ്ട്, ഇത് 2018 മോഡൽ നിൽക്കുന്ന ബ്രസ ZD എന്നുള്ള വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. KL 17 എറണാകുളം മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ നിന്ന് വാഹനമാണ്. ZD എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റാണ്. അത്യാവശ്യം ഇതിലേക്ക് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ്, സ്റ്റാരിംഗ് കൺട്രോൾസ്, ഡുവൽ എയർ ബാഗ്, ABS, കീലെസ് എൻട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ട് A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഡീസൽ എഞ്ചിനിൽ ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു SUV സെഗ്മെൻറ്റ് വാഹനം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ട് ഒരു ബ്രസ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ബുക്കിങ്ങിനായിട്ട് കാർലൽ പെട്രോൾ ചോയ്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാഹനത്തിൻ്റെ വില വരുന്നത് 7,35,000 രൂപയാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.